ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനുമോളുടെ കൂടെ നിന്നിട്ട് അനുമോൾക്കിട്ട് പണി കൊടുക്കുന്ന ആദിലേനെ നൂറേനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ നിവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഏറ്റവും അധികം തന്നെ പുറത്ത് കളയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും ചോദിക്കുകയാണ്. അപ്പം നിവിൻ പറയുന്നു, ഞാൻ സാബുമാനും നൂറയാണെന്ന് പറയുന്നു. അല്ലല്ല, എനിക്ക് സാബുമാനും വേണ്ട, എനിക്ക് അനുമോളെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം നൂറയാണെങ്കിലും പറയുന്നുണ്ട്, ശരിയാണ്, എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം ചുളിവിൽ എത്താലും, അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗെയിമൊന്നും കളിച്ചില്ലെങ്കിലും അങ്ങനെയുള്ള എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ നോമിനേഷൻ ആണെങ്കിൽ കൂടി അങ്ങനെ കളിക്കുന്നത്. അപ്പം അതിൽ പറയുകയാണ്, അനുമോൾ അതിന് സ്ട്രോങ് ആണോ, അനുമോൾ ഞാൻ നോക്കിയിട്ട് ഒരു ഫൈനൽ 5 പോലും എത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ ആദില പറഞ്ഞിരിക്കുന്ന അനുമോളെ പറ്റി. അങ്ങനെയൊന്നുമല്ല, അവൾ എത്തുമെന്നുള്ള രീതിയിൽ ഇവിടെ നൂറയും പറയുന്നുണ്ട്. അപ്പം കൂടെ നിന്നാൽ ഇവരുടെയൊക്കെ മനസ്ഥിതി ഇങ്ങനെയാണ്. അതായത് അനുമോള് ഒപ്പം നിൽക്കും, അനുമോളുടെ കൂടെ നിൽക്കുന്ന പോലെ കാണിക്കും, പക്ഷേങ്കിൽ അനുമോള് ഫൈനൽ 5 പോലും എത്തില്ല എന്നുള്ള രീതിയിലാണ് ആദില പറഞ്ഞിട്ടുള്ളത്. നമുക്കത് കണ്ടറിയാം. കുറച്ച് മുമ്പെയാണ് അനുമോള് അതേപോലെ തന്നെ നൂറയൊക്കെ വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തായാലും നമുക്കറിയാലോ, അനുമോൾ എന്തായാലും പുറത്താകത്തൊന്നുമില്ല, പിന്നെയും പുറത്താക്കാൻ സാധ്യതയുള്ള നൂറയാണ്. അവിടെയും ആദില ഇല്ലാത്തതുകൊണ്ട് തന്നെ നൂറ പുറത്താകില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. എന്തായാലും അനുമോളുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോക്കുവാണെങ്കിൽ നെവിനാണെങ്കിലും പറയുന്നുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതിൻ്റെ ഷോ ഒക്കെ കിട്ടുമല്ലേ, നമ്മളങ്ങ് തകർക്കുമല്ലേ എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദിലയാണെങ്കിലും പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ടും ഒന്നും കിട്ടാതെ പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നെവിൻ ഓർക്കുന്നത്, ഈ ഒരു ഷോ കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുക, നെവിനെ വന്നൊരു പ്രോഗ്രാം ചെയ്ത് തരുമോ, അല്ലെങ്കിൽ അതിലെ വന്നൊരു പ്രോഗ്രാം ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ഏത് കണ്ടസ്റ്റൻസും, ഇപ്പം ഞാൻ ഇവരെ മാത്രമായിട്ട് പറയുന്നതല്ല, നമ്മൾ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ഷോ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കണ്ടസ്റ്റൻറ്റിന് വാല്യൂ, പിന്നെ അവർ വീണ്ടും ആ ഒരു ചെറിയൊരു ഫെയിം കിട്ടുമായിരിക്കും. അതിനുശേഷം വീണ്ടും അവർ തന്നെ അവരുടെ ആ ഒരു എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ ബിഗ് ബോസ് ഫെയിം ആണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അങ്ങനെ നടപടിയാകുന്ന കേസൊന്നും അല്ല. അത് ചിലപ്പോൾ നെവിന് അതിനെപ്പറ്റി ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നീട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായിക്കോളും. നെവിൻ ടാലൻറ്റഡ് ആണ്, പക്ഷേങ്കിൽ വന്നുറന്ന് തന്നെ നമ്മളെല്ലാം കീഴടക്കും, അല്ലെങ്കിൽ ഭയങ്കര അധികം തന്നെ നമുക്ക് സക്സസ്സിലോട്ട് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഫെയിം കൊണ്ട് എത്താമെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും സാധിച്ചു കൊള്ളണം എന്നില്ലാത്തൊരു കാര്യം തന്നെയാണ്.